ഹലോ നമസ്കാരം. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായൊരു വീഡിയോ ആണ്. അപ്പോൾ പച്ച ഇലകളും മരുന്നുകളും പച്ചമരുന്നുകൾ കൊണ്ടുള്ള ഒരു ഔഷധക്കൂട്ടാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. എട്ടുകാലി പോലെയുള്ള വിഷജന്തുക്കളൊക്കെ കടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പറ്റിയ ഒരു ഔഷധക്കൂട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിത് തയ്യാറാക്കാനുണ്ടായ കാരണം കൂടി പറയാം. കഴിഞ്ഞ ദിവസം എൻ്റെ കയ്യിൽ എന്തോ ഒന്ന് കടിച്ചു. നിങ്ങൾക്കിത് കാണുന്നുണ്ടാകും. എട്ടുകാലിയാണോ മറ്റെന്തോന്നറിയില്ല, എന്തോ ഒരു വിഷജന്തുവാണ് കടിച്ചതെന്ന് തോന്നുന്നു. അപ്പം ഇതിലേറെ നീരും ഇതിലേറെ വലിപ്പവും ഉണ്ടായിരുന്നു ഈ ഒരു കടിച്ച ഭാഗത്ത്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം തൊട്ട് ഈ മരുന്ന് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും കുറവ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഇതുപോലെ എന്തെങ്കിലും നിങ്ങളെ കടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളൊരു മരുന്നാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. പച്ചമരുന്നാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. അങ്ങനെ നമ്മൾ കരളകം, കുടുക്കമൂരി, ഉരുതൂക്കി, ഇനി എന്തൊക്കെ പേര് ഇതിനുണ്ടെന്ന് അറിയില്ല. അതൊരു പച്ചിലയാണ് കേട്ടോ. ഇങ്ങനെ വള്ളി ഇങ്ങനെ പടർന്ന് തറയിലൂടെയൊക്കെ ചെടികളിൽ കൂടെയൊക്കെ ഇങ്ങനെ കയറി കിടക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഇല കണ്ട മനസ്സിലാകുമെന്ന് അറിയത്തില്ല. തോട്ടങ്ങളിലൊക്കെ ഉണ്ടാവും. ഇത് ഞങ്ങളുടെ മുറ്റത്ത്, തറവാടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ ഒരു ചെടി കൂടെ പടർന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് പച്ചമഞ്ഞൾ പറിക്കാം കേട്ടോ. നമ്മുടെ തോട്ടത്തിൽ തന്നെ ഇങ്ങനെ കൃഷി ചെയ്ത് കുറേ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് നോക്കാം. വിത്തൊക്കെ ചെറുതാണ്, ആയി വരുന്നേ ഉള്ളൂ. പച്ചമഞ്ഞൾ ഭയങ്കര നല്ലൊരു ഔഷധക്കൂട്ടാണ് കേട്ടോ. പച്ചയ്ക്ക് നമ്മൾ പുഴുങ്ങി ഉണക്കി പൊടിച്ചുണ്ടാക്കുന്നതിനേക്കാളൊക്കെ ഭയങ്കര ഔഷധ ഗുണമാണ് പച്ചയ്ക്കുള്ളത്. ഒട്ടുമിക്ക ഔഷധ സസ്യങ്ങൾ നമ്മുടെ ഈ പറമ്പിലൂടെയൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ മുറ്റത്തുണ്ട് ഒരു ആര്യവേപ്പിൻ്റെ മരമുണ്ട്. അപ്പം അതിൻ്റെ മുകളിലാണ് കേട്ടോ ഇലയുള്ളത്. അപ്പോൾ അമ്മയും കൂടെ വന്നിട്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തു. അങ്ങനെ അതിൻ്റെ കുറച്ച് ഇലകൾ, തളിരിലകൾ കിട്ടിയിട്ടുണ്ട്, ചോട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. കയറി പറിക്കാനൊന്നും പറ്റില്ല. ആര്യവേപ്പ് നല്ലൊരു ഔഷധ സസ്യമാണ് കേട്ടോ. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ്. താരനൊക്കെ നമുക്ക് തലയിൽ തേക്കാം അരച്ചിട്ട്. പിന്നെ കുറച്ച് തുളസി ഇല അത് നമ്മുടെ മുറ്റത്തുണ്ട്. അപ്പോൾ തുളസി ഇലയും കൂടെ നുള്ളിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഔഷധക്കൂട്ടുകളൊക്കെ റെഡി ആയിട്ടുണ്ട്. മഞ്ഞൾ, കുടുക്കമൂരി, ആര്യവേപ്പ്, തുളസി ഇല, 4 കൂട്ടം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഒന്ന് നുള്ളിയെടുത്തിട്ട് നമ്മുടെ തൊട്ട് താഴെ ചെറിയൊരു തോടുണ്ട്, അവിടെ കൊണ്ടിട്ട് കഴുകാം. നല്ല ഒഴുക്കുവെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുന്നില്ല, തെളിഞ്ഞ് കിടക്കുന്ന വെള്ളമാണ്. ഇത് ആര്യവേപ്പ് അണുനാശിനിയാണ്. ഇത് കരളകം എന്നും കുടുക്കമൂരി എന്നും ഉരുതൂക്കി അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. അത് കാട്ടിലൊക്കെ വള്ളിയായിട്ടും അതുപോലെ നിലത്തുകൂടെ പടർന്നും മരങ്ങളിലൂടെയൊക്കെ പടർന്നു കിടക്കുന്ന ഒരു ഔഷധ സസ്യമാണ്. ഇത് വിഷം വലിച്ചെടുക്കാനുള്ള വളരെ ഫലപ്രദമായൊരു ഔഷധ സസ്യമാണ്. അപ്പോൾ വിഷവൈദ്യന്മാരൊക്കെ ഈ പാമ്പ് കടിച്ചിട്ടുണ്ടെങ്കിലൊക്കെ വിഷവൈദ്യന്മാർ പറയുന്ന മരുന്നുകളുടെ കൂട്ടത്തിലുള്ള ഒരു ഔഷധ സസ്യമാണിത്. ഏത് വിഷവും പെട്ടെന്ന് വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട് ഈ സസ്യത്തിന്. പിന്നെ ഇത് തുളസിയില, ഇതൊക്കെ നിങ്ങൾക്കറിയാലോ. തുളസിയില ഇതും ഒരു അണുനാശിനിയാണ്. അപ്പോൾ ഇതും ഏത് വിഷം വലിച്ചെടുക്കാനുള്ള ശേഷിയുള്ളതാണ്. പിന്നെ പച്ചമഞ്ഞൾ വളരെ നല്ലൊരു ഔഷധമാണ്. ഏത് വിഷവും വലിച്ചെടുക്കാനുള്ള ശേഷിയുണ്ട്. ഒരു അണുനാശിനി കൂടിയാണ് പച്ചമഞ്ഞൾ. അപ്പോൾ ഈ 4 ഐറ്റംസ് കൂട്ടിയിട്ടാണ് നമ്മൾ ഈ പച്ചമരുന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ആര്യവേപ്പ് ഇപ്പോൾ കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ കുടുക്കമൂരി ഇല്ലെങ്കിൽ ഈ കരളകം എന്ന് പറഞ്ഞ സസ്യം കിട്ടിയില്ലെങ്കിൽ, അതുപോലെ തുളസിയില കിട്ടിയില്ലെങ്കിൽ, മഞ്ഞൾ ഇനിയിപ്പോൾ കിട്ടിയില്ലെങ്കിലും നമുക്കിപ്പോൾ പച്ചമഞ്ഞൾ കിട്ടാനില്ല എങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് പൊടിച്ചെടുത്ത മഞ്ഞളിൻ്റെ പൊടിയാണെങ്കിലും ഉപയോഗിക്കാം. അതുപോലെ തന്നെ എന്തിൻ്റെ കൂട്ടത്തിലും ഈ മഞ്ഞൾ ചേരണം എന്നുള്ളതാണ്. ഈ മഞ്ഞളും ആര്യവേപ്പും കൂടി അരച്ചാലും നമുക്ക് നല്ല ഒരു വിഷം വലിച്ചെടുക്കാനുള്ള നല്ലൊരു ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ആര്യവേപ്പും ഈ കരളകവും കൂട്ടിയാലും നമുക്ക് നല്ല വിഷം വലിച്ചെടുക്കാനുള്ള ഒരു ഔഷധം ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തുളസിയിലയും മഞ്ഞളും ചേർത്താലും അതുപോലെ തന്നെ ഒരു ഔഷധം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും.
ഇത് ഇത്രയും 4 ഐറ്റംസും കൂടെ കൂടുകയാണെങ്കിൽ ഒന്നിലും അതിലധികമായിട്ട് ഫലപ്രദമാണ്. അപ്പോൾ ഇത് കിട്ടാത്തവർക്കാണ് ഈ ഒരു ഓപ്ഷനാണ്. ഇത് മാത്രമാണെങ്കിലും പച്ചമഞ്ഞൾ അല്ലെങ്കിൽ നല്ല പൊടിച്ചെടുത്ത ഒറിജിനൽ മഞ്ഞൾ പൊടി കൊണ്ടും നമ്മൾക്കിത് തയ്യാറാക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കുന്ന വിധം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനതിനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കുഞ്ഞി ഉരളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലിട്ടിട്ടാണ് നമ്മളിത് ചതച്ചെടുക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ ഔഷധക്കൂട്ട് ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ചേർന്ന ചേരുവകളൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ. ആര്യവേപ്പ് ഉണ്ടായിരുന്നു, മഞ്ഞളുണ്ടായിരുന്നു, കരളകം അല്ലെങ്കിൽ കുടുക്കമൂരി എന്ന് പറയുന്ന പച്ചിലയുണ്ടായിരുന്നു, തുളസിയില ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് 4 മാത്രം അല്ലെങ്കിലും പച്ചമഞ്ഞൾ എന്തായാലും മസ്റ്റാണ്. പച്ചമഞ്ഞൾ അല്ലെങ്കിൽ മഞ്ഞളിൻ്റെ നല്ല മഞ്ഞൾ പൊടിച്ചതിൻ്റെ പൊടിയാണെങ്കിലും മതി. ബാക്കി 2 ഐറ്റംസ് കൂടിയിട്ട് മഞ്ഞളിൻ്റെ ഒപ്പം ചേർത്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ 4 പിന്നെ സസ്യങ്ങളുടെ ഇലകളും കൂടി ചേർന്നിട്ട് ഈ പച്ചമഞ്ഞളിൻ്റെ ഒപ്പമാണെങ്കിൽ വളരെയധികം ഫലപ്രദമാണ്. അപ്പോൾ വിഷവൈദ്യന്മാരൊക്കെ പറയുന്നതിനകത്തുള്ളതാണ് ഈ കരളകം എന്ന് പറഞ്ഞതും തുളസിയിലയും മഞ്ഞളും. അത് ഈ പാമ്പിൻ്റെയൊക്കെ വിഷത്തിനും ഏറ്റവും നല്ല ഒരു ഔഷധമാണ്. അപ്പോൾ നമ്മൾ വിഷവൈദ്യനെ കാണാൻ പോയിട്ടുണ്ടെങ്കിലും അവർ പറയുന്ന മരുന്നുകളുടെ കൂട്ടത്തിൽ പെടുന്നൊരു മരുന്ന് കൂടിയാട്ടോ അത്. അപ്പം നമ്മളതിവിടെ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് ഇവിടെ കയ്യിൽ നമ്മുടെ ഇവിടെ ഈ കടിച്ച ഭാഗത്ത് നമുക്കത് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഈ മരുന്നെടുത്തിട്ടുണ്ട്. ഈ മരുന്നെടുത്ത് നമ്മുടെ ആ കടിച്ച ഭാഗത്ത് നമ്മളതിൻ്റെ നീരും അതിൻ്റെ അരച്ച അതിങ്ങനെ വെച്ച് നമ്മളിത് ഉണങ്ങി കഴിയുന്നതിനനുസരിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പം നമ്മുടെ നീരും ആ വേദനയും പെട്ടെന്നത് മാറിപ്പോകും കേട്ടോ. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ആ കടിച്ച ഭാഗത്ത് മുഴുവനായിട്ട് ഇതിങ്ങനെ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ ഉണങ്ങിപ്പോകുമ്പോൾ വീണ്ടും ഇതേപോലെ തന്നെ എടുത്തിട്ട് ഇവിടെ ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ നീര് മാത്രം പോരാ, ഇതിൻ്റെ ആ അരച്ചതിൻ്റെ ചണ്ടി അടക്കം ഇങ്ങനെ പൊത്തി വെക്കണം കേട്ടോ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ മുകളിൽ നീരിങ്ങനെ ഉറ്റിച്ചുറ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ പിന്നെ അത് നല്ല നനവോട് കൂടി ഇരിക്കും. അപ്പോൾ ഇത് ഫാനിട്ടിട്ടൊക്കെ ഇങ്ങനെ ഉണങ്ങിപ്പോകരുത്. ഇത് നമ്മുടെ സ്കിന്നിലേക്ക് ഇതിൻ്റെ ആ നീരെല്ലാം ഇങ്ങനെ സ്കിന്ന് വലിച്ചെടുത്തതിന് ശേഷം ഉണങ്ങിയതിൻ്റെ ചണ്ടിയാണ് പിന്നെ പുറത്തേക്ക് പൊടിഞ്ഞു പോകുന്നത്. അപ്പോൾ ആ നീര് ഇതിൻ്റെ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ആ വിഷം, എന്ത് വിഷമാണെങ്കിലും എട്ടുകാലിൻ്റെ ആയിക്കോട്ടെ ഇനി എന്ത് വിഷജന്തുക്കളുടെ പിന്നെ വിഷമാണെങ്കിലും അത് പെട്ടെന്ന് വലിച്ചെടുക്കും. പെട്ടെന്ന് നമുക്ക് ആ ചൊറിച്ചിലും അത് കടിച്ചതിൻ്റെ ചൊറിച്ചിലും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറുക മാത്രമല്ല ഈ നീരൊക്കെ വലിഞ്ഞ് പെട്ടെന്ന് ഈ കടിച്ച ഭാഗത്ത് പെട്ടെന്ന് ഉണക്കം തട്ടും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇത് ഉണങ്ങുന്നതിനനുസരിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ ഞാൻ ഇടണം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ല അടിപൊളി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.